ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എന്താണ് ഈ വായന എന്ന് പഠിക്കാം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ ഇലക്ട്രോണിക് കോപ്പിയെ സൂക്ഷിച്ചു വെച്ച് സൈബർ ഉപകരണങ്ങളുടെ സഹായത്തോടെ വായിക്കുന്ന രീതിയാണ് ഈ വായന എന്ന് പറയുന്നത്. സാധാരണ പുസ്തകത്തിന്റെ ഒട്ടേറെ പരിമിതികൾ ഈ വായനയിൽ ഇല്ലാതാവും. ഈ വായനയിൽ പ്രസാധകന്റെ അഭിരുചി എന്നത് പൂർണ്ണമായി ഒഴിവാകുന്നു. പകരം വായനക്കാരൻ ആ ജോലി രസകരമായി ഏറ്റെടുക്കുന്നു. ഈ വായനയിൽ പുസ്തകം ലഭ്യമാകുന്നത് ഇലക്ട്രോണിക് ഫോർമാറ്റിലായതിനാൽ വായനക്കാരന്റെ ഇഷ്ടാനുസരണം വായനയുടെ രീതി ക്രമീകരിക്കാം. അതായത് അച്ചടിച്ച പുസ്തകത്തിന്റെ ഏകീകൃതമായ സംവിധാന രീതിയെ പുനഃക്രമീകരിക്കാൻ ഈ വായനയ്ക്ക് കഴിയുന്നു. ഈ പുസ്തകത്തിൽ നിമിഷനേരം കൊണ്ട് കൂട്ടിച്ചേർക്കലും ഇളക്കിയെടുക്കലും നടത്താം. ഇങ്ങനെ പരമ്പരാഗതമായ അച്ചടി പുസ്തകവും അനുബന്ധ വായനയെ സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ തകർത്തെറിയാൻ ഇതിന് സാധിക്കുന്നു. പുസ്തക വായന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വായനക്കാരന്റെ പേര് ശേഖരിച്ച ശേഷം വായനയ്ക്കിടയ്ക്ക് സന്ദർഭാനുസരണം കഥ പറച്ചിലിന്റെ ഒഴുക്കിനൊപ്പം വായനക്കാരന്റെ പേരിന് തന്നെ കഥാപാത്രത്തെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിൽ വായനയെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കാനും ഈ ഇന്ററാക്റ്റീവ് ഇടപാടുകളെ ഇമേഴ്സീവിറ്റി എന്ന് പറയുന്നു. വായനക്കാരനുമായി അത്ര അടുത്തു നിന്ന് സംവേദനം ചെയ്യുന്ന രീതിയാണിത്. ഇനി ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെർച്ച് സൗകര്യമുണ്ടാകും. ഒരു ഈ വായന ഉപകരണത്തിൽ അനേകം പുസ്തകങ്ങൾ സൂക്ഷിക്കാം. ഔട്ട് ഓഫ് പ്രിന്റ് ആകില്ല. ബുക്ക് ഷോപ്പുകൾ സന്ദർശിക്കേണ്ട. വായന മുറിയിൽ വെളിച്ചമില്ലെങ്കിലും വായന നടക്കും. അച്ചടിച്ച പുസ്തകത്തിൽ തിരുത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. എന്നാൽ ഈ പുസ്തകത്തിൽ ഉടനടി തിരുത്തുവാൻ സാധിക്കും. വായനയിലെ ഇന്ററാക്റ്റീവ് ഇടപാടുകൾ. പുസ്തകം സമ്പൂർണ്ണമായി ബഹുവർണ്ണത്തിൽ പുറത്തിറക്കാം. 24x7 സേവന പ്രവർത്തനം, അതായത് 24 മണിക്കൂറും വായിക്കാം. താരതമ്യ പഠനം എളുപ്പമാകും. വിൽപ്പന ബന്ധിതമായ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. പുസ്തകത്തിൽ നിത്യഹരിത ഭാവമാണ്. ഇതിന്റെ കോട്ടങ്ങൾ: ഒരിക്കൽ പുറത്തിറക്കിയാൽ പുസ്തകം നിരോധിക്കാനും പിൻവലിക്കാനും പ്രയാസമാണ്. ഹൈപ്പർ ലിങ്കുകളുടെ വായന ട്രാക്ക് തെറ്റാൻ ഇടയുണ്ട്. നിങ്ങൾ ഏത് പുസ്തകം എവിടെ ഇരുന്ന് വായിക്കുന്നെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പകർപ്പവകാശ പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കും. ഉപകരണത്തിന് കേടുവന്നാൽ വായന തടസ്സപ്പെടും. കാലാകാലങ്ങളിൽ ഉപകരണം മാറാൻ നിർബന്ധിതമാകും. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ ഈ പുസ്തക വായന സാധ്യമാകൂ. അപ്പൊ ഈ പുസ്തക വായനയാണോ സാധാരണ നമ്മൾ ലൈബ്രറിയിൽ ചെന്നോ അല്ലെങ്കിൽ ഒരു പുസ്തകം സ്വന്തമായിട്ട് വായിക്കുന്നുള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ.